ആ പേപ്പർ തരൂ ദാസ. ദാസ, ഈ പേപ്പറിൽ ഒരുപാട് പ്രശ്നങ്ങൾ കാണാനുണ്ടല്ലോ. ഇതിന്റെ കാര്യങ്ങളൊക്കെ മുമ്പ് ആരെങ്കിലും വന്ന് നോക്കിയെന്നോ? അതാണ് തൻ്റെ വീട്. ഈ പറമ്പിലല്ലേ ലോൺ എടുക്കണത്? ഈ പറമ്പിൽ ഒരുപാട് കുഴപ്പങ്ങൾ കാണുന്നുണ്ട്, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഇതിന്റെ പോക്ക് വരവൊക്കെയാണ് പ്രശ്നങ്ങൾ. നമുക്ക് നോക്കാം. സാറേ, എങ്ങനെയെങ്കിലും എൻ്റെ ഈ പേപ്പറിൻ്റെ കാര്യം ഒന്ന് ശരിയാക്കി തരും സാറേ. ഞാൻ കുറേ വില്ലേജ് ഓഫീസ് കയറി ഇറങ്ങണ്. എങ്ങനെയെങ്കിലും ഒന്ന് ഞാൻ സാറിൻ്റെ കാല് പിടിക്കാം സാറേ. എത്രയും പെട്ടെന്ന് നേരാക്കി തരും സാറേ. ദാസ, പേപ്പർ അങ്ങനെ പെട്ടെന്നൊന്നും ശരിയാക്കാൻ പറ്റില്ല. കാരണം തൻ്റെ കുടിക്കടം വലിയ പ്രശ്നത്തിലാണ്. രണ്ടാമത് കൈവശത്തിൻ്റെ കാര്യം, അതും ഭയങ്കര കുഴപ്പമാണ്. പിന്നെ കാണുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തൻ്റെ ഈ പറമ്പിലൊരു പോക്കുവരവുണ്ട്, അതിൻ്റെ കടലാസത്തിലില്ല. പിന്നെ ആകെ മൊത്തം പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ തൻ്റെ പൊസിഷൻ തീരെ ശരിയല്ല. സാറേ, എത്രയും പെട്ടെന്നൊന്ന് ശരിയാക്കി തരും സാറേ. ഈ കടലാസ് ശരിയാക്കിയിട്ട് വേണം എൻ്റെ മകളെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് സാറേ. സാറേ, എങ്ങനെയെങ്കിലും എൻ്റെ ഈ പേപ്പറിൻ്റെ കാര്യം ഒന്ന് ശരിയാക്കി തരും സാറേ. ദാസ, ഞാൻ പറഞ്ഞില്ലേ, ഇതിലാദ്യം ശരിയാക്കേണ്ടത് തൻ്റെ കുടിക്കടാണ്, രണ്ടാമത് കൈവശം, മൂന്നാമത് തൻ്റെ പോക്കുവരവ് ശരിയല്ല, പിന്നെ ഉള്ളത് എന്താണ് തൻ്റെ പൊസിഷൻ, അതും ശരിയാക്കണം. താനിതൊക്കെ ശരിയാക്കിയിട്ട് വില്ലേജ് ഓഫീസിലേക്കാണ് വരിക. ബാക്കി കാര്യം ഞാൻ ഏറ്റു. പോരെ? എന്താ ദാസ, എന്താ ഇവിടെ ആലോചിച്ചിരിക്കണേ? എന്താ പത്ര ആലോചിക്കാൻ മാത്രം? എൻ്റെ പൊന്ന് ചെങ്ങായിയെ, ആ വില്ലേജ് ഓഫീസർ സ്ഥലം കാണാമെന്ന് അയാൾ ശരിക്കൊരു ജോത്സ്യനാ തോന്നുന്നു. ജോത്സ്യനോ? അപ്പോൾ വില്ലേജ് ഓഫീസർ ലോണിൻ്റെ കാര്യം ശരിയാക്കാൻ വന്നതല്ലേ? ഇത് എന്തൊക്കെയാ പറയുന്നത്? ഈ പേപ്പർ മൂപ്പരെ കയ്യിലാണ് കൊടുത്തു. മൂപ്പരിൻ്റെ ജാതക അടക്കം മൂപ്പരിണ്ട് പറഞ്ഞു തന്നു. മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ വല്ലതും പറ ദാസ, എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. എൻ്റെ പൊന്ന് ചെങ്ങായി, ഈ പേപ്പർ നോക്കിയിട്ട് മൂപ്പര് പറയാണ് ഞാൻ കുടിച്ചുണ്ടാക്കിയ കടം മൂപ്പരിൻ്റെ മുഖത്ത് നോക്കി പറയും. ഏതാ കുടിക്കടം? ആ, കുടിക്കടത്തിൻ്റെ കാര്യം തന്നെ. പിന്നെ രണ്ടാമത് ഇതൊക്കെ പോട്ടെ, രണ്ടാമത് മൂപ്പര് കൈവശത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. എൻ്റെ വയറ്റിലുള്ള കൈവശത്തിന് പണ്ടുണ്ടാകുന്ന കൈവശത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഞാൻ ഉണ്ടാക്കിയ വില്ലേജ് ഓഫീസിൽ കൊണ്ടേ കൊടുക്കുക. ആ, മൂപ്പര് പറയാണ് കൈവശ സർട്ടിഫിക്കറ്റ് ആയിട്ട് വാങ്ങും. അതൊക്കെ പോട്ടെ, ഞാനൊക്കെ സഹിക്കും. ഇവരിൻ്റെ മുഖത്ത് നോക്കി എൻ്റെ തോള് തട്ടി പറയാണ് എൻ്റെ പൊസിഷൻ ശരിയല്ല. ഞാൻ പിന്നെ ഇജ്ജ് പറഞ്ഞത് ശരിയാ ദാസ. കാരണം ആ വില്ലേജ് ഓഫീസർ ആള് പുലിയാണ്. കാരണം വെച്ചാലേ ഇന്നാളിപ്പോൾ വാപ്പ വില്ലേജിൽ പോയിട്ട് പറയാണ് ഞങ്ങളെ പോക്കുവരവ് ശരിയല്ല, അത് ശരിയായിക്കൊണ്ടെന്നൊക്കെ പറയണ അയാൾ. അപ്പോൾ അയാൾ ഇജ്ജ് പറയുക ജോത്സ്യം തന്നെ കേട്ടോ, ആള് പുലിയാണ്. അതന്നെ ഞാൻ പറഞ്ഞത്. ഈ ഒരു കാര്യം ചെയ്യും, നേരെ വില്ലേജ് ഓഫീസിൽ കിട്ടോ, അവിടെ ചെന്ന് എൻ്റെ എല്ലാ ആവശ്യങ്ങളും മൂപ്പര് മാറ്റിയെടുത്ത്. എടാ, ഇജ്ജെന്താ വേഗം വിട്ടോ ആ വില്ലേജ് ഓഫീസിലേക്ക്. പോകുമ്പോഴേ 2 നാളികേരം വാങ്ങിയിട്ടേ 4 ചന്ദനത്തിരി വാങ്ങിക്കോ. ചിലപ്പോൾ അവിടെ വല്ല ഹോമോ മുട്ടർക്കലൊക്കെ ഉണ്ടാവും. അവിടുത്തെ വില്ലേജ് ഓഫീസർ.